കൂട്ടുകാരെ, ദ ലാൻഡ് ഓഫ് മോസസ് ഇൻ സൗദി അറേബ്യ എന്ന ഞങ്ങളുടെ ദൃശ്യ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ മുൻപുള്ള പരമ്പരകൾ കണ്ട് മോശയുടെയും ഇസ്രായേലിയരുടെയും കഥകൾ മാത്രം കേട്ടിട്ടുള്ള ഞങ്ങൾക്ക് ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് തെളിവുകളിൽ കൂടി കാണിച്ചു തന്നതിനും നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നതിനും നന്ദി പറഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിനന്ദനത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പിളർന്ന പാറയിൽ നിന്നും കുടിച്ചു തൃപ്തരായ ജനങ്ങൾ അമേലിയക്കരുടെ കയ്യിൽ നിന്നും വിടുവിച്ച ദൈവത്തിന്റെ അതിശയ പ്രവൃത്തികളെ ഓർത്തും മേഘസ്തംഭത്തെ അനുഗമിച്ചും കൊണ്ട് റെഫേദിൽ നിന്നും യാത്ര തിരിച്ചു. പാവനവും മഹത്വവുമായ സീനായ് പർവ്വതത്തിനരികിലേക്കുള്ള യാത്രയാണ് ഇന്ന് നിങ്ങൾ കാണുവാൻ പോകുന്നത്. ദ റിയൽ മൗണ്ട് സീനായ് ഇൻ സൗദി അറേബ്യ. മേഘസ്തംഭത്തെ അനുഗമിച്ചുകൊണ്ടു ജനം റഫീദിൽ നിന്നും യാത്ര തിരിച്ചു. ഉയർന്ന ചെങ്കുത്തായ പ്രദേശത്തുകൂടെ ഇടുങ്ങിയ പാറയിടുക്കിലൂടെ പ്രയാണം ചെയ്തു. പലപ്പോഴും അവർ മണൽ നിറഞ്ഞ തരിശു പ്രദേശത്തിലൂടെ കുറുകെ പോകുമ്പോൾ അവരുടെ മുമ്പിൽ വൈഷമ്യമേറിയ പർവ്വതനിരകളും കോട്ടമതിലുകളും കൂന കൂട്ടിയതുപോലെ കാണാമായിരുന്നു. അത് നിമിത്തം അവരുടെ മുമ്പോട്ടുള്ള യാത്രയെ തടഞ്ഞു നിർത്തിയതായി തോന്നി. എന്നാൽ അവർ സമീപിക്കുന്നതിനനുസരിച്ചു പർവ്വതങ്ങളിൽ അവിടെയും ഇവിടെയുമായി ചില വാതിലുകൾ പ്രത്യക്ഷമായി. അപ്പുറത്തായി മറ്റൊരു സമതല പ്രദേശം കണ്ടു. അഗാധമായ മറ്റൊരു ഗംഭീരപാതയിലൂടെ ഇപ്പോൾ അവർ നയിക്കപ്പെട്ടു. കിഴക്കാൻ തുക്കായ പാറക്കെട്ടുകൾ 100 കണക്കിനടി ഉയരത്തിൽ നിന്നിരുന്നു. അതിൻ്റെ മധ്യത്തിലൂടെ ഇരുവശങ്ങളിലായി ഇസ്രയേൽ ജനം അവരുടെ കന്നുകാലികളുമായി കടന്നു പോകുന്നത് ഒരു ജീവനുള്ള ഒഴുക്കുപോലെ വളരെ ദൂരത്ത് നിന്നും കാണാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ മുമ്പിൽ പാവനവും മഹത്വമായ സീനായ് പർവ്വതത്തിൻ്റെ മുൻവശം ഉയർന്നു വന്നു. അതിൻ്റെ കൊടുമുടിയിൽ മേഘസ്തംഭം വന്നു നിന്നു. പർവ്വതത്തിന് താഴെയുള്ള സമതല പ്രദേശത്തു ജനം അവരുടെ കൂടാരം അടിച്ചു. അതിൻ്റെ മധ്യത്തിലൂടെയായിരിക്കാം ഇസ്രായേൽ സൈന്യം കടന്നുപോയത്. സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ പാളയം അടിച്ചതിനു ശേഷം ഉടനെ തന്നെ ദൈവം മോശയെ പർവ്വതത്തിൽ കയറി ചെല്ലുവാൻ ക്ഷണിച്ചു. പരുപരുത്തതും കുത്തനെയുള്ളതുമായ ഈ പാതയിലൂടെ മോശ ഒറ്റയ്ക്ക് നടന്നു കയറി. യഹോവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലം മേഘം ശ്രദ്ധേയമാക്കി. ജനത്തിന് നൽകുവാൻ ദൈവം മോശയ്ക്ക് ഒരു പ്രത്യേക ദൂത് നൽകി. ഞാൻ മിസ്രയീമ്യരോട് ചെയ്തത് നിങ്ങൾ കഴുകന്മാർ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലയോ? നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. മോശ പാളയത്തിൽ മടങ്ങി വന്നു. ഇസ്രായേലിലെ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി ദൈവം കൊടുത്ത സന്ദേശം അറിയിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ ചെയ്യുമെന്ന് അവർ പറഞ്ഞു. വീണ്ടും മോശെ പർവ്വതത്തിൽ കയറിപ്പോയി. ദൈവം മോശയോട് പറഞ്ഞത്, മോശേ, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം അത് കേൾക്കേണ്ടതിനും അവർ നിന്നെ വിശ്വസിക്കേണ്ടതിനും ഞാൻ മേഘതമസിൽ നിന്റെ അടുക്കൽ വരുന്നു. പർവ്വതത്തിൽ ഒരു അതിർ വെക്കണമെന്ന് മോശയോട് പറഞ്ഞു. 3-ാം ദിവസം പ്രഭാതത്തിൽ എല്ലാ ജനവും പർവ്വതത്തിൻ്റെ നേരെ നോക്കി. പർവ്വതത്തിൻ്റെ കൊടുമുടി മേഘം കൊണ്ട് മൂടി. പർവ്വതം മുഴുവനും അന്ധകാരത്തിലായി. കാഹളനാദം പോലെ ഒരു ശബ്ദം കേട്ടു. മോശ ജനത്തെ പർവ്വതത്തിൻ്റെ അടിവാരത്തിലേക്ക് നയിച്ചു. മിന്നലും ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം സമീപ പർവ്വതങ്ങളിലും മാറ്റൊലിവ് കൊണ്ട്. യഹോവ തീയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും കുലുങ്ങി. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. ഈ കാഴ്ച കണ്ട് ഇസ്രായേൽ ജനം ആകെ ഭയന്നു വിറച്ചു. ഇടിമുഴക്കം നിലച്ചപ്പോൾ ദൈവശബ്ദം അവർ കേട്ടു. ദൈവം നൽകിയ 1-ാമത്തെ കൽപ്പന: അടിമവീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. 2-ാമത്തെ കൽപ്പന: ഒരു വിഗ്രഹവും ഉണ്ടാകരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെ പ്രതിമയും അരുത്. 3-ാമത്തെ കൽപ്പന: നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. 4-ാമത്തെ കൽപ്പന: ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ബത്താകുന്നു. 5-ാമത്തെ കൽപ്പന: നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാവാൻ നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക. 6-ാമത്തെ കൽപ്പന: കൊല ചെയ്യരുത്. 7-ാമത്തെ കൽപ്പന: വ്യഭിചാരം ചെയ്യരുത്. 8-ാമത്തെ കൽപ്പന: മോഷ്ടിക്കരുത്. 9-ാമത്തെ കൽപ്പന: കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. 10-ാമത്തെ കൽപ്പന: കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്.
കൂട്ടുകാരൻ്റെ ഭാര്യയും അവൻ്റെ ദാസനെയും ദാസിയും അവൻ്റെ കാളയും കഴുതയും കൂട്ടാനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. ഇടിമുഴക്കത്തിൻ്റെയും തീയുടെയും അത്ഭുതകരമായ ദൈവശക്തിയുടെയും മഹത്വത്തിൻ്റെയും പ്രദർശനത്തിലൂടെയാണ് 10 കൽപ്പന, ദ 10 കമാൻഡ്മെന്റ്സ് ന്യായപ്രമാണ കർത്താവ് പ്രഖ്യാപിച്ചത്. മഹത്തായ സത്യത്തിന്റെ നിയമങ്ങൾ കേട്ടപ്പോൾ അവരുടെ പാപത്തിന്റെ നിന്ദ്യമായ സ്വഭാവവും കുറ്റകൃത്യങ്ങളും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഭയത്താൽ മൂടപ്പെട്ട ജനത്തിന് എന്താണ് സംഭവിച്ചത് എന്നറിയുവാൻ ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുവാൻ മറക്കരുത്.